ആന ചാടിയ കിണറിന്റെ ആ പുരയിടത്തിന്റെ ഉടമസ്ഥൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എപ്പോഴാണ് ആന വന്നത്? ആന 1 മണിയായപ്പോഴാണ് ഞാൻ കണ്ടത്. ഈ പട്ടി കുറച്ചപ്പോഴാണ് ഞാൻ എനിക്ക് നോക്കിയത്. പട്ടി ഇങ്ങോട്ട് നോക്കിയിട്ട് കുറച്ചപ്പോൾ ഞാൻ വാല് വന്നിച്ചപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആന ചക്ക പറിക്കുകയാണ്. അപ്പോൾ അന്നേരം ആന കണ്ടു. അപ്പോൾ തന്നെ വാതിലടച്ചു. എന്നിട്ട് ഇവിടെ വന്ന് ചേച്ചിയോടെയും പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ആന വന്നുണ്ട്, എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെ തണ്ടിയുടെ പുറത്ത് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവിടെ ചക്ക ചാടി. ആ പറമ്പിൽ ചക്ക ചാടി ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്ക് കൊമ്പൊടിഞ്ഞ് ചാടുമ്പോൾ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ മരത്തിൻ്റെ കൊമ്പൊടിക്കുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ടാണ് ആന അവിടെ കിടന്ന് ചിഹ്നം വിളിച്ചപ്പോഴാണ് അറിയുന്നത് ആന അടിയുന്നത്. എന്നിട്ട് ഞങ്ങളാരും പോയി നോക്കിയില്ല. അയൽക്കത്താരൊക്കെ വിളിച്ച് അയൽക്കത്താർ വന്നു. അവർ പറഞ്ഞു ആന വിളിക്കാൻ അന്നേരം അവരോട് പറഞ്ഞു, നിങ്ങളങ്ങോട്ട് പോകണ്ട. ഇത് ആരാ അവരോട് ഫോറസ്റ്റുകാരോട് വിളിച്ചു പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേക്ക് അവരൊക്കെ വന്നു. അത് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, കിണർ നന്നാക്കി തന്നെ എന്നുള്ള എനിക്ക് വെള്ളം കുടിക്കാണ്ട് സംവിധാനമാകണം. കിണർ നന്നാക്കി തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഇതൊക്കെ ചെയ്ത് തന്നാൽ മതി. ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് വാക്കാലും വരെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉറപ്പ് ഞങ്ങൾക്ക് ചെയ്ത് തന്നാൽ മാത്രം മതി. ഞങ്ങൾക്ക് പറഞ്ഞൊന്നും പറഞ്ഞ് ഞങ്ങൾ ചെയ്യില്ല. നാട്ടുകാർ എന്ത് പറയണം അതനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുള്ളൂ. നാട്ടുകാർ കൂടാണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാലും അവർ വേണ്ടേ? അവർക്ക് വന്നാലും ഞങ്ങൾ വേണം. മിക്കവാറും ഇതിലൊക്കെ വരണ്ട്. ഇപ്പം 3-4 പ്രാവശ്യമായിട്ട് ആന മിക്കവാറും വരണ്ട്. അപ്പം അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യണം. പ്രായമായവർ മാത്രമേ ഉള്ളൂ. പ്രായമായവർ മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിക്കാണ് ഇതാണ് ഞങ്ങൾക്ക് വഴിയില്ലാത്തതുകൊണ്ട് അപ്പുറം മേടിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വഴി ഉണ്ടാക്കി. പള്ളിക്കുട്ടി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വേണ്ടിയിട്ടാണ് അവിടെ താമസിക്കുന്നത്. വണ്ടി വന്നത് അവിടെയല്ലേ 7 മണിക്ക് നിങ്ങൾക്ക് സ്കൂളിൽ പോകണം. അപ്പം പിന്നെ ഇവിടെ നിന്ന് കയറി പോകാൻ പറ്റില്ലല്ലോ. അത് കാരണമാണ് അവിടെ ഒരു ചെറിയ പെരം മേടിച്ചത്. ഈ കിണറ്റിൽ മുമ്പ് ആന വീണിട്ടുണ്ടോ? ഇല്ല ഇല്ല, ആദ്യമായിട്ട് വീണക്കടാ. ഈ കിണറ്റില് മുകളിൽ വലയിട്ടൊക്കെ ഇത് വലയെല്ലാം പൊളിച്ചു കളഞ്ഞ് വലയിട്ട് അതിൽ ഒരു കരിയില പോലും ആ കരിയില് വെള്ളം വരണുണ്ടല്ലോ. വല കെട്ടിയായിരുന്നു വള്ളി വരെ കിണറ്റിലുണ്ട്. ഈ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് തോടുണ്ടായിരുന്നു? പുറത്തേക്ക് തോടില്ല. താഴത്തോടെ നേരെ പോവുക. അല്ല, അതിന്റെ ഒരു വശത്ത് ഒരു ചാല് പോലെ കാണും. അതുപോലെ പണ്ട് ഈ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചാലുണ്ടാക്കിയത് അങ്ങോട്ട് മൂട്ടി വെള്ളം ചാലിക്കൂടെ പോകാൻ പാകത്തിന് ആക്കിയിട്ട് കുടിച്ചു തുടങ്ങിയപ്പോൾ ആ ചാലിന്റെ മൂട്ടിക്കളഞ്ഞു. ആ ചാലിപ്പോ പൂർണ്ണമായിട്ട് ആന ഇടിച്ചിട്ടുണ്ട്. കിഴക്കോട്ടുള്ള ഏതാണോ അത് ഈ മണ്ണ് കയറ്റിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ്. കോതമംഗലത്തെ കോട്ടപ്പടിയിൽ അന്ന് JCB ഒന്നുമില്ലല്ലോ. 5 കൊല്ലം കൊണ്ട് ആനവീണ കിണറിന്റെ ഉടമസ്ഥരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നഷ്ടപരിഹാരം ലഭിച്ചതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാകൂ എന്നതാണ് അവിടുത്തെ ഒരു പൊതുവികാരം.